നമ്മളങ്ങനെ മൂകാംബിക ദർശനമൊക്കെ പൂർത്തിയാക്കി ഇനി കുടജാദ്രിയിലേക്ക് പോകാൻ പോകുവാണ്. മൂകാംബികയിൽ വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കുടജാദ്രി. അപ്പോൾ ഇവിടെ നിന്നും 40 കിലോമീറ്റർ ഉണ്ട്, ഏതാണ്ട് 2 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി ജീപ്പുകൾ കിട്ടും. ഒരാൾക്ക് 470 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 8 പേർക്ക് ഒരു ജീപ്പിൽ പോകാൻ പറ്റും. നമ്മളിതാ അങ്ങനെ ഒരു ജീപ്പ് എടുത്ത് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊല്ലൂരിൽ നിന്നും ഷിമോഗ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു 8 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പക്ക ഫോറസ്റ്റ് ഏരിയ ആണ്. ആ കൊടുങ്കാട്ടിലൂടെയാണ് നമ്മൾ കുടജാദ്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ യാത്രയ്ക്ക് പോകുന്ന ആളുകളുടെ പേരും വിവരങ്ങളും മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മുകളിൽ അനുവദനീയമല്ല. നമ്മൾ 50 രൂപ വെച്ച് പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ 50 രൂപ അവർക്ക് കൊടുക്കണം. തിരിച്ച് ആ കുപ്പിയായിട്ട് വരുമ്പോൾ ആ പൈസ തരും. നല്ലൊരു കാര്യമാണ്, കാരണം ഇതൊരു ജൈവ വൈവിധ്യ മേഖലയാണിത്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ റോഡിൽ നല്ല പൊടിയുണ്ട്. ആ പൂഴിയുടെ നിറം നോക്കിക്കേ, പൊടി അടിച്ചിട്ട് നമ്മുടെ ശരിക്കും ഡ്രസ്സൊക്കെ പൂഴി നിറത്തിലാകും. അതേപോലെ ഈ ചൂട് സമയത്ത് മൂകാംബികയിൽ വരുന്ന ആളുകൾ കുടജാദ്രി കയറുവാണെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് കരുതണം. നല്ല പൊടിയാണ്, നിങ്ങൾ ഈ വഴി കാണുമ്പോൾ തന്നെ അറിയാം. ഈ ജീപ്പ് ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകളാണ്. അവർ വളരെ വർഷങ്ങളായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാവുന്ന ആ വീതിയേ ഉള്ളൂ. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് എടുത്തും സൈഡ് ഒതുക്കിയൊക്കെയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. എന്തായാലും ഇങ്ങോട്ടേക്കുള്ള ഈ ജീപ്പ് യാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ മൂകാംബിക യാത്രയിലെ മറക്കാൻ പറ്റാത്ത ഒന്നാണ്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാരാണ് ഈ ജീപ്പ് ഓടിക്കുന്നത്. ഈ കുടജാദ്രി മലനിരകൾക്ക് ഇങ്ങനൊരു പേര് വരാൻ കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കുടജം അല്ലെങ്കിൽ ഗിരിമല്ലിക എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു സസ്യം അതിങ്ങനെ പടർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഈ കുടജാദ്രിക്ക് ഈ ഒരു പേര് വന്നത്. സഹ്യപർവ്വതത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള മഴക്കാടുകളാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ അവിടെ കൂടെയാണ് ഈ യാത്ര പോകുന്നത്. ശങ്കരാചാര്യർക്ക് ദേവിയുടെ ദർശനമുണ്ടായ സ്ഥലമാണ് ഈ കുടജാദ്രി. അതേപോലെ ഈ ജീപ്പിൽ കയറുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ട് ഒരിക്കലും ഈ ജീപ്പ് യാത്രയ്ക്ക് കയറരുത്. നിങ്ങൾ ഈ വഴി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇത് പക്ക ഓഫ് റോഡാണ്. അതായത് ഇത്രയും ഈ കുഴികളൊക്കെ ചാടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ വയറ് ഫുള്ളാണെങ്കിൽ നമ്മൾ വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആദ്യമായിട്ട് വരുന്ന പലർക്കും ചിലപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഇങ്ങനെ ഈ ജീപ്പ് യാത്ര കാണുമ്പോൾ ചിലർക്കൊരു പേടിയൊക്കെ തോന്നാം. പക്ഷേ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവം തന്നെയാട്ടോ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് ഏറ്റവും വരാൻ പറ്റിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മൺസൂണാണ്. കാരണം അന്നേരം ആകുമ്പോൾ നല്ലൊരു പിന്നെ മഴയും ആ ഒരു കാലാവസ്ഥയൊക്കെ അടിപൊളിയായിരിക്കും, നല്ല മഞ്ഞായിരിക്കും. ഇപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു വറ്റി വരണ്ട് കിടക്കുന്ന ആ ഒരു കാലാവസ്ഥയാണിപ്പോൾ. അങ്ങനെ നമ്മൾ ജീപ്പ് കയറി നമ്മുടെ അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീപ്പ് യാത്ര അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കാണുന്നതാണ് മൂകാംബിക ദേവിയുടെ മൂലക്ഷേത്രം. അതായത് മൂകാസുരനെ ദേവി വധിച്ചിട്ട് ആയുധം, ആ തൃശൂലം കാണാൻ പറ്റും. ആ തൃശൂലം കുത്തി നിർത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ്. ഗംഭീര ആംബിയൻസാണ് ഇവിടെ. നിങ്ങൾ ഈ ഒരു ക്ഷേത്രം നോക്കുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഒരു കാലഭൈരവ ക്ഷേത്രമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഒരു നാഗതീർത്ഥമുണ്ട് കേട്ടോ. ആ തീർത്ഥം കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നാഗതീർത്ഥം. ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ വെള്ളത്തിന് നല്ല തണുപ്പാണ്, നല്ല തണുപ്പുമാണ്. അതേപോലെ തന്നെ ഇവിടെ കൂടെ ഒരു ഉറവ വരുന്നുണ്ട്. അതെപ്പോഴും ഇങ്ങനെ നിർത്താണ്ട് ആ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ വെള്ളം ശരിക്കും നമുക്കിങ്ങനെ കോരി കുടിക്കാം. കാട്ടിലൂടെ വരുന്ന ഉറവയാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ കുടജാദ്രിയിലേക്കുള്ള നടപ്പ് ആരംഭിക്കുകയാണ്. കുറേ ആളുകളൊക്കെ നടന്ന് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. നമ്മളിവിടുന്ന് നടന്നു തുടങ്ങുവാണ്. പുറമേ നല്ല ചൂടുണ്ടെങ്കിലും ഇവിടുന്ന് മലമുകളിൽ നിന്നുള്ളൊരു തണുത്ത കാറ്റുള്ളതുകൊണ്ട് ആ ചൂട് അത്രയും നമുക്ക് ബാധിക്കുന്നില്ല. പിന്നെ പ്രായമുള്ള ആളുകളെയൊക്കെ നമുക്ക് ശരിക്കും അതിശയം തോന്നും കേട്ടോ, അവരിങ്ങനെ നടന്ന് കയറിപ്പോകുന്ന കാണുമ്പോഴേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ മലയുടെ മേളിൽ വരെ വരാനായിട്ട് ശരിക്കും ജീപ്പുണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അഗസ്ത്യമുനിയും ശ്രീശങ്കരാചാര്യരും ഒരുപാട് സന്യാസിമാരും ഒക്കെ യാതൊരുവിധ സൗകര്യവും ഇല്ലാതിരുന്ന സമയത്ത് ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേർന്ന് ഇവിടെ ഇരുന്ന് തപസ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളങ്ങനെ നടന്ന് ആ കാണുന്ന സർവജ്ഞപീഠം നമ്മുടെ ലക്ഷ്യസ്ഥാനം, അവിടേക്ക് എത്തി.
നമ്മൾ ശരിക്കും തളർന്നു പോയാലും പിന്നെ നമ്മളെ കയറ്റി വിടുന്ന പോലത്തെ ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി നമുക്കിവിടെ ശരിക്കും ഫീൽ ചെയ്യും. നമുക്കൊരു ഉണർവും ഊർജ്ജമൊക്കെ നൽകുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാവരും മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പിൽ നമുക്ക് 1.5 മണിക്കൂർ വരെ അവർ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 1 മണിക്കൂറിന് 300 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. ഈ കാണുന്നതാണ് ശ്രീ ശങ്കരാചാര്യർ തപസ്സിരുത ആ സർവജ്ഞ പീഠം കേട്ടോ. പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ മലമുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോടമഞ്ഞ് കാണാൻ പറ്റും. പതുക്കെ പതുക്കെ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. കുടജാദ്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തന്നെയാണ്. പിന്നെ നല്ല മഞ്ഞുകാലത്തൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. അതേപോലെ ഇവിടുത്തെ സൂര്യോദയം ഭയങ്കര രസമാണ്. സൂര്യോദയം കാണുക എന്ന് പറഞ്ഞാൽ അരവിന്ദൻ്റെ അതിഥികൾ സിനിമ കണ്ട ആളുകൾക്കറിയാം. ഈ ഒരു കുടജാദ്രിയുടെ മൂകാംബികയുടെയൊക്കെ ആ ഒരു ഭംഗി ആ സിനിമയിൽ ശരിക്കും അവർ കാണിച്ചിട്ടുണ്ട്. ഒത്തിരി ഋഷിമാർ വന്ന് തപസ്സിരുന്ന സ്ഥലമാണ് ഈ ഒരു സർവജ്ഞപീഠവും ഈ കുടജാദ്രി മലനിരകളും. അതേപോലെ തന്നെ ഇതൊരു കരിങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഒരു ക്ഷേത്രം. ഇവിടെ ഒരു കരിങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ശ്രീചക്രം കൂടിയുണ്ട് എന്നൊരു സങ്കല്പമുണ്ട്. അഗസ്ത്യമുനിയും ശ്രീശങ്കരാചാര്യരും എല്ലാവരുടെയും ഒരു പുണ്യഭൂമിയാണ് ശരിക്കും കുടജാദ്രി. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് ചിത്രമൂല എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. പക്ഷേ അങ്ങോട്ടേക്കുള്ള വഴി ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുവാണ്. കാരണം അപകടം കൂടുതൽ ഉള്ളതുകൊണ്ട് ക്ലോസ് ചെയ്തേക്കുവാണ്. നമ്മളങ്ങനെ കുടജാദ്രിയുടെ ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മുടെ ജീപ്പിന് അനുവദിച്ച സമയമൊക്കെ നമുക്ക് ഏകദേശം അവസാനിച്ചു. നമുക്ക് തിരിച്ചിറങ്ങാൻ സമയമായി. കോട പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമ്മൾ കുടജാദ്രിയിൽ നിന്നും ഇറങ്ങുവാണ്.